പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? സഹനങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയെ അനുകരിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? കൃപയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോയി മേനാച്ചേരി അച്ഛൻ പറയുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ നേഴ്സ് സഹോദരി സഹോദരന്മാരെ, ഏവർക്കും പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ പിറവിത്തിരുനാളിന് നമ്മൾ പ്രാർത്ഥനായജ്ഞത്തോടുകൂടി ഒരുങ്ങുകയായിരുന്നു. ഈ ഒരുക്കത്തിൻ്റെ ഫലം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മ തന്നെ ജനിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഇതാണ്: പരിശുദ്ധ അമ്മ കൃപയുടെ നിറവാണ്. അത് ഗബ്രിയേൽ ദൈവദൂതൻ മംഗളവാർത്ത അറിയിക്കുമ്പോൾ തന്നെ പറഞ്ഞ ആദ്യത്തെ വചനം അതാണ്: കൃപ നിറഞ്ഞവളെ സ്വസ്തി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഉടനീളം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കിയതാണ്. ആ ധ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: അതായത് ഇത്രയും കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയിൽ സഹനത്തിന് ഒരു കുറവുമില്ല. എന്തെല്ലാം സഹനത്തിലൂടെയാണ് ഈ പരിശുദ്ധ അമ്മ കടന്നു പോകുന്നത്. പുത്രൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കുന്ന സഹരക്ഷയായ പരിശുദ്ധമ്മ, കൃപ നിറഞ്ഞ പരിശുദ്ധമ്മ ഇത്രയും സഹനത്തിലൂടെ എന്തുകൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനായജ്ഞത്തിലൂടെ കടന്നുപോയ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ജീവിത ശൈലി, പരിശുദ്ധ അമ്മയുടെ മാതൃശക്തി ശരിക്കും ജനിക്കേണ്ടതാണ്, പിറവിയെടുക്കേണ്ടതാണ്. അതിന് കാരണം പരിശുദ്ധ അമ്മയുടെ ഈ കൃപയുടെ നിറവ് സഹനത്തിൻ്റെ ഇളവല്ല എന്നുള്ളതിന് നല്ല ഒരു ഉദാഹരണം പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാൻ പറ്റും. അത് നടപടിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിയുടെ ജീവിതം തന്നെയാണ്. അതായത് സെൻറ്റ് സ്റ്റീഫൻ എസ്തപ്പാനോസ്. അദ്ദേഹം കൃപ നിറഞ്ഞ വ്യക്തിയായിരുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം ഇതായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം അവർ കൃപയിൽ നിറവുള്ളവരായിരിക്കണം. അപ്പോൾ കൃപയിൽ നിറമുണ്ടായിരുന്ന വിശുദ്ധ സ്റ്റീഫൻ അദ്ദേഹം കല്ലെറിയപ്പെടുകയാണ്. അദ്ദേഹത്തിന് തല്ലുകൊള്ളാണ്. കൃപയുടെ നിറവ് തല്ലിൻ്റെ എണ്ണം കുറച്ചല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കല്ലേറുകൊണ്ട് കൊല്ലപ്പെടുമ്പോഴും കൃപയുടെ നിറവുള്ള വിശുദ്ധ എസ്തപ്പാനോസ് കാണുന്നത് സ്വർഗ്ഗമാണ്. സ്വർഗം കാണുന്നു. വന്ന് പതിക്കുന്ന ഈ കല്ലുകളൊന്നും റോസാപ്പൂക്കളായിട്ടൊന്നും മാറിയില്ല. തല്ലിൻ്റെ എണ്ണം കുറയാതിരിക്കുമ്പോഴും കല്ലുകൾ അദ്ദേഹത്തെ കൊല്ലുമ്പോഴും അദ്ദേഹം കൃപയുടെ നിറവിലാണ്. ചോദ്യം ഇതാണ്: ഇത്രയും കൃപയുടെ നിറവുണ്ടായിട്ടും ഈ സഹനങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല? രക്തസാക്ഷികളൊക്കെ തിരുസഭയിലുണ്ട്. ഇത്രയും രക്തസാക്ഷികൾ തിരുസഭയിലുണ്ടായത് കൃപയുടെ നിറവ് തന്നെയാണ്. പരിശുദ്ധ അമ്മയിലേക്ക് വരാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം കൃപയുടെ നിറവുണ്ട്. കൃപയുടെ നിറവിന് ഒരു കുറവുമില്ല. പക്ഷേ സഹനങ്ങളും വേണ്ടുവോളമുണ്ട്. ഓർക്കണം, എന്നെ ശ്രവിക്കുന്ന നേഴ്സ് സഹോദരി സഹോദരന്മാരെ, അനുദിന ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സഹനങ്ങളെ അഭിമുഖീകരിക്കുവാൻ, ഈ സഹനങ്ങളെ നേരിടുവാൻ നമുക്ക് വേണ്ടത് പരിശുദ്ധമ്മയുടെ പിറവിയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ പരിശുദ്ധമ്മയെ പിറവിയെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമ്മയുടെ ജീവിത ശൈലി, ജീവിത മാതൃക, പരിശുദ്ധമ്മയുടെ വാത്സല്യവും സ്നേഹവും മാത്രം പോരാ എന്നർത്ഥം. പിന്നെയോ പരിശുദ്ധ അമ്മയുടെ അമ്മ ശക്തി, അമ്മ കരുത്ത്, അമ്മ ബലം, അത് നമ്മുടെ ജീവിതത്തിൽ പിറവിയെടുക്കണം. ആത്മീയ ബലമാണത്. കൃപയുടെ നിറവ് വർദ്ധിപ്പിക്കേണ്ടത് നിൻ്റെ ആത്മശക്തിയാണ്, ആന്തരികതയാണ്, ആത്മബലമാണ്. എന്തിനു വേണ്ടി? അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ പരിശുദ്ധമ്മ നേരിട്ടതുപോലെ നേരിടാനും, പരിശുദ്ധമ്മ എങ്ങനെയാണോ ദൈവഹിതത്തോട് ഏറ്റവും വലിയ ഫിയാത്ത് യെസ്
ദ എംഫാറ്റിക് യെസ് പറഞ്ഞത് അതുപോലെ സന്നദ്ധത അറിയിക്കാനും. ശ്രദ്ധിക്കണം, മാലാഖ വന്ന് മംഗളവാർത്ത പറഞ്ഞപ്പോൾ അത് അത്ര വലിയ മംഗളമൊന്നും അല്ലായിരുന്നു. അത് അസ്വസ്ഥതയാണ് പരിശുദ്ധ അമ്മയിൽ ജനിപ്പിച്ചത്, ഉളവാക്കിയത് അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥത? കാരണം വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയില്ല, അറിവില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? പല കാര്യങ്ങളും നമുക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ തന്നെ കൃപ നിറഞ്ഞ ഈ വ്യക്തിത്വത്തിന് പല കാര്യങ്ങളിലും വലിയ നിശ്ചയമൊന്നുമില്ല. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്താൻ ഉത്കണ്ഠയോടുകൂടെ പരിശുദ്ധ അമ്മയും ഔസപിതാവും അന്വേഷിച്ചിറങ്ങുകയില്ലായിരുന്നു. പല കാര്യങ്ങളിലും വലിയ നിശ്ചയമൊന്നുമില്ല. ഈ മകൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഈ മകൻ പള്ളിയിൽ തന്നെ കാണും എന്നൊരു ഊഹമേ ഉള്ളൂ. ആ ഊഹം വെച്ചിട്ടാണ് ഉത്കണ്ഠയോടുകൂടെ അന്വേഷിച്ചിറങ്ങുന്നത്. പരസ്യ ജീവിതത്തിലുള്ള മകനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ആ മാതൃഹൃദയത്തെ വേദനിപ്പിക്കുമ്പോഴാണ് അന്വേഷിച്ചിറങ്ങുന്നത്. പല കാര്യങ്ങളിലും വലിയ നിശ്ചയമൊന്നുമില്ല. കൃപയുടെ നിറവുണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? ആത്മീയ ജീവിതത്തിന് കുറവുണ്ടോ? ഇപ്പോഴല്ലേ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷമല്ലേ കുദാശകൾ സ്വീകരിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടല്ലേ കുദാശകളുടെ കുറവുള്ളത്? അല്ലെങ്കിൽ പള്ളി പോകുന്നതിന് കുറവുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? കുദാശകൾ സ്വീകരണത്തിന് കുറവുണ്ടോ? എന്നിട്ടും സഹനങ്ങൾക്ക് വല്ല കുറവുണ്ടോ? എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷ വേദികൾ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ, നിങ്ങളുടെ ആതുര സേവന ശുശ്രൂഷ മേഖലകൾ, നിങ്ങളുടെ കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ദാമ്പത്യ ബന്ധം, മക്കളോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം അനുനിമിഷവും സഹനങ്ങളിലൂടെ തന്നെയല്ലേ കടന്നു പോകുന്നത്? നമുക്ക് ഉത്തമവും ഉദാത്തവുമായ ഏറ്റവും ശ്രേഷ്ഠവും മഹനീയവുമായ മാതൃക എന്ന് പറയുന്നത് ഈ പരിശുദ്ധ അമ്മ തന്നെയല്ലേ എന്ന് ശ്രദ്ധിക്കണം. സ്വന്തം ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആ ഒരു വ്യക്തി തന്നെ സംശയിച്ച് തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന അവസ്ഥ അഭിമുഖീകരിച്ചതാണ് പരിശുദ്ധ അമ്മ. വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. എന്നിട്ടും പരിശുദ്ധ അമ്മ പറയുന്നു, പരിശുദ്ധ അമ്മയുടെ നിർമ്മലത പറയുന്നു, പാപവുമായി യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസുമില്ല. നോ കോംപ്രമൈസ് വിത്ത് സിൻ ആൻഡ് ഈവിൾ. നിർമ്മലയാണ്, എല്ലാ കാലത്തും നിർമ്മലയാണ്, വിശുദ്ധിയാണ് പരിശുദ്ധ അമ്മയുടെ ഉത്തരം. നമ്മുടെ ജീവിതത്തിലും അനുദിന സഹനങ്ങൾ വരുമ്പോൾ എന്നെ ശ്രമിക്കുന്ന നേഴ്സ് സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവും വിശുദ്ധി തന്നെയായിരിക്കണം, നന്മ തന്നെയായിരിക്കണം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂർണ്ണത്തിലച്ചൻ പറഞ്ഞതുപോലെ കണ്ണും പൂട്ടി സ്നേഹിക്കണം ഈ കർത്താവിനെ. അതാണ് പരിശുദ്ധ അമ്മയുടെ ഫിയാത്ത്, അതാണ് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധത, അതാണ് പരിശുദ്ധ അമ്മയുടെ ആത്മീയ ബലം, ആത്മബലം, ആന്തരിക ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ നമ്മിൽ ജനിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മിൽ ജനനമെടുക്കാനാണ് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ നമ്മൾ ഇതുപോലെ പ്രാർത്ഥനയോടുകൂടി ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. തീർന്നില്ല, ഞാൻ പലപ്പോഴും കണ്ണുനീരോടുകൂടെ ധ്യാനിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 2 സ്ഥലങ്ങളാണ്. ഒന്ന് 4-ാം സ്ഥലം, 2 13-ാം സ്ഥലം. ഒരമ്മയ്ക്കും തമ്പുരാനെ ഈ ഗതി വരല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോകുന്നതാണത്. സ്വന്തം മകൻ്റെ വേദന ഏതമ്മയാണ് സഹിക്കുന്നത്? മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ണുനീരോടുകൂടെ അല്ല നമ്മൾ കണ്ടു തീർക്കില്ല. പലവട്ടം നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിലൂടെ അനുയാത്ര ചെയ്യുന്നത് അത് കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഹനങ്ങളൊക്കെ എവിടെ നിൽക്കും? കൃപ നിറഞ്ഞവളാണ് ഇതുപോലെ സഹിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിലൂടെ അനുയാത്ര ചെയ്യുമ്പോൾ മെൽ ഗിബ്സൺ വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബാലനായ ഈശോ ഇതുപോലെ ഇടറി വീഴുമ്പോൾ ഓടി ചെല്ലുന്ന പരിശുദ്ധ അമ്മ, കുരിശിൻ്റെ വഴിയിൽ സ്വന്തം പുത്രൻ കുരിശുമായിട്ട് വീഴുമ്പോൾ ഓടിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന പരിശുദ്ധ അമ്മ. തീർന്നില്ല, പ്രത്തോറിയത്തിൽ കൽത്തളത്തിൽ അവൻ കെട്ടപ്പെടുമ്പോൾ ചമ്മട്ടിയടി ഏൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ വെന്ത് നീറുന്നത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു. അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ രേഖപ്പെടുത്തിയ ഇപ്രകാരമാണ്: ഈ സഹനങ്ങളൊക്കെ സത്യത്തോട് ചേർന്ന് നിൽക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്താണ് സഹനങ്ങൾ, അതിലും അപ്പുറത്ത് മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള സഹനങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മയും ആ മകനും കടന്നുപോയത്. അത്രയും സഹനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ദൈവത്തോട് നമ്മുടെ ബന്ധമാണ് ചോദ്യം ചെയ്യപ്പെടുക ഇത്തരം സഹനങ്ങളുടെ വേളയിൽ. പരിശുദ്ധ അമ്മ 13-ാം സ്ഥലത്ത് സ്വന്തം അരുമ മകൻ്റെ ശരീരം, ചേതനയറ്റ ശരീരം മടിയിലേറ്റു വാങ്ങുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കും, അറിയാതെ പ്രാർത്ഥിക്കും, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരരുത് എന്ന്. കാരണം ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് സ്വന്തം മകൻ്റെ മടിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കാനല്ലേ. എന്നാൽ ആ അമ്മയ്ക്ക് അത് നിഷേധിക്കപ്പെടുകയല്ലേ.
ചേതനയേറ്റ മകൻ്റെ ശരീരമാണ് ആ അമ്മയുടെ മടിയിൽ കിടക്കുന്നത്. പിയാത്ത എന്നറിയപ്പെടുന്ന മൈക്കലാഞ്ചലോയുടെ ആ ശില്പത്തെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചുണ്ടുകൾ തുറന്നല്ല ഇരിക്കുന്ന, അടഞ്ഞാണിരിക്കുക. എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വമാണ്, കണ്ണുനീര് പോലും ഇല്ലാതിരിക്കുന്നത്. ചുരുങ്ങിയ പക്ഷെ ഒന്ന് കരഞ്ഞ് തീർക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒന്ന് കരയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സഹനത്തിലൂടെയാണ് പരിശുദ്ധമ്മ കടന്നു പോയത്. അത്രയും സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, അനുദിന ജീവിതത്തിൽ നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ ചോദ്യം ചെയ്യുന്നത്, ദൈവമേ നീ എവിടെയാണ്? എന്തുകൊണ്ട് എനിക്കിങ്ങനെ? ദൈവം ഇതൊന്നും കാണുന്നില്ല, എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഇതുപോലെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ, ഇതുപോലെ കുടുംബജീവിതം മുമ്പോട്ട് പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും സഹനങ്ങൾ വരുമ്പോൾ, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ? ദൈവം കണ്ണില്ലാത്തവനാണോ ചെവിയില്ലാത്തവനാണോ എന്ന് നമ്മൾ വിശ്വാസം വരെ വ്യതിചലിച്ചു പോകുന്ന സംശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പരിശുദ്ധമ്മ തന്നെയാണ് നമുക്ക് ഏറ്റവും ഉദാത്തമായ മാതൃക. പരിശുദ്ധമ്മ ഈ സഹനങ്ങളെയെല്ലാം ഏറ്റെടുക്കുകയാണ്. 3-ാം നാൾ ഉയർക്കും എന്നുള്ള പ്രത്യാശ ഇല്ലാതെയല്ല, 3-ാം നാൾ ഉയർക്കും അത് വിചാരിച്ചുകൊണ്ട് മകൻ്റെ ശരീരമെടുത്ത് ചിരിക്കുന്ന അമ്മയല്ലല്ലോ നമ്മൾ കാണുന്നത്. 3-ാം നാൾ ഉയർക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സഹനങ്ങളിലൂടെ ആ അമ്മ കടന്നു പോകുമ്പോൾ അത് എല്ലാ അമ്മമാർക്കുമുള്ള ഏറ്റവും വലിയ മാതൃകയായിട്ട് മാറുകയാണ്. എല്ലാ അമ്മമാർക്കുമുള്ള മാതൃക, അതായത് മക്കൾ ഉപേക്ഷിക്കുന്ന അമ്മമാർക്കും, മക്കൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ അനുഭവങ്ങളുള്ള അമ്മമാർക്കും, ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തതയും അവിശ്വസ്തതയും തമ്മിലുള്ള വലിയ വിശുദ്ധിയുടെ മേഖലയിൽ വലിയ വിഷമതകൾ നേരിടുന്ന എല്ലാ വ്യക്തികൾക്കും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമായ ജീവിതം വലിയൊരു മാതൃക തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ നഷ്ടപ്പെട്ടവരും മക്കൾ വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോയിട്ടുള്ളവരും പരിശുദ്ധ അമ്മയിലേക്ക് തന്നെയാണ് തിരിയേണ്ടത്. ആ അമ്മ അന്വേഷിച്ചു പോയത്, ആ അമ്മ പരിഭവം പറഞ്ഞത് പുത്രനോടാണ്, ദൈവത്തോട് തന്നെയാണ്. മക്കൾ നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, മക്കൾ വിശ്വാസ ജീവിതം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ എത്തേണ്ട ഇടം ഈ പുത്രൻ്റെ ഇടം തന്നെയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ അശുദ്ധികൾ കടന്നു വരുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എത്തേണ്ടത് ഈ അമ്മയുടെ നീലങ്കിയുടെ ഉള്ളിലേക്ക് തന്നെയാണ്. ആ അമ്മ വിശുദ്ധി കൊണ്ടാണ് നമ്മളെ പൊതിഞ്ഞ് സ്വന്തമാക്കുന്നത്. സഹനങ്ങളുടെ വേലിയേറ്റങ്ങൾ വിശ്വാസ ജീവിതത്തെ ഉലയ്ക്കുമ്പോൾ നമ്മൾ എത്തേണ്ട ഇടം കുരിശിൻ്റെ ചാരയാണ്. ആ തിരുഹൃദയവും ആ വിമല ഹൃദയവും നമ്മളെ സ്നേഹത്താൽ പൊതിയും, വിശ്വാസത്തിൽ ആഴമുള്ള വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് പരിശുദ്ധമ്മയുടെ പിറവി എന്നിൽ സംഭവിച്ചാൽ എന്നിൽ നടക്കേണ്ട മാറ്റം. ആന്തരിക മനുഷ്യൻ ബലപ്പെടട്ടെ, ആത്മീയ ജീവിതത്തിൽ ബലമുള്ളവരുമായി ഓരോ നേഴ്സ് സഹോദരങ്ങളും രൂപാന്തരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഏവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധമ്മയുടെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കൃപയുടെ നിറവ് സഹനത്തിൻ്റെ ഇളവല്ല. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സ്ത്രീകളിൽ നീ എന്നും
അമ്മേ നീ വിശുദ്ധിയിൽ ജീവിച്ചതുപോൽ ഞങ്ങളും വിശുദ്ധിയിൽ ജീവിച്ചിടുവാൻ. അമ്മേ നീ വിശുദ്ധിയിൽ ജീവിച്ചതുപോൽ ഞങ്ങളും വിശുദ്ധിയിൽ ജീവിച്ചിടുവാൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സ്ത്രീകളിൽ നീ എന്നും അനുഗ്രഹീത. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഇപ്പോൾ നമുക്ക് ബ്രദർ ജോൺ പോളിൻ്റെയും സിസ്റ്റർ ജിയന്നയുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹവും വാത്സല്യവും രുചിച്ചറിഞ്ഞ അനുഭവങ്ങൾ ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഹു ഗീവ്സ് ഗ്ലോറി ടു ഹിസ് മദർ പ്രിപ്പേഴ്സ് എ ട്രഷർ ഫോർ ഹിംസെൽഫ്. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ദൈവാനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം പ്രാപിക്കുവാൻ എൻ്റെ ജീവിത പങ്കാളിയായ ജിയന്ന ഒരു നിമിത്തമായപ്പോൾ ഞാൻ ജിയനോട് ചോദിച്ചു, ഹൗ ഈസ് ദിസ് ഹാപ്പൻസ്? ഇതെങ്ങനെയാണ് ജിയന്ന ഇത് സംഭവിച്ചത്? അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: അനുചേട്ടാ, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാല ഭക്തിയാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഭവം പ്രാപിക്കുവാൻ സഹായകമായത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അക്രൈസ്തവയായ നിന്റെ ജീവിതത്തിൽ നിനക്ക് പരിശുദ്ധ അമ്മയോട് ഇത്ര സ്നേഹവും ജപമാലയെ ചൊല്ലാൻ ഇതൊക്കെ എങ്ങനെയാണ്? അപ്പം എൻ്റെ ജീവിത പങ്കാളി പറയാം, അനുചേട്ടാ, ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോടൊപ്പം താമസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരികൾ അതിരാവിലെ എഴുന്നേറ്റ് ജപമാല ചൊല്ലുന്നത് പല ദിവസങ്ങളിലും എപ്പോഴും ഞാൻ കാണാറുണ്ട്. അവരെഴുന്നേറ്റ് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വചനം വായിക്കുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഓഫുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്നത് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. അനുചേട്ടാ, അവരുടെ പ്രാർത്ഥനാ ജീവിത ശൈലി എന്നെ ഒരുപാട് സ്പർശിച്ചു. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ദേവാലയത്തിൽ വന്നോട്ടെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങളുടെ ഈശോയോട് പ്രാർത്ഥിക്കാൻ ചേച്ചി ഞങ്ങളോടൊപ്പം വരുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ചേച്ചിക്ക് വരാം. ഒരുപാട് സന്തോഷത്തോടെയാണ് അനുചേട്ടാ ഞാനന്ന് ബാംഗ്ലൂരുള്ള ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ അവരോടൊപ്പം പോയത്. അന്ന് ഉച്ചയ്ക്ക് ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലി, ഇതൊരു വലിയ ദൈവാനുഭവം എനിക്ക് പ്രാപിക്കുവാൻ ദൈവം സഹായിച്ചു. അന്ന് അവിടെ ബലിയർപ്പിച്ച ബഹുമാനപ്പെട്ട വില്യം രാജ് അച്ഛൻ അർപ്പിച്ച വിശുദ്ധ ബലി സമയത്ത് ഉണ്ണീസോ ബലിപീഠത്തിന്റെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി ഓടി എൻ്റെ അരികിൽ വന്ന് 2 കരവും ഉയർത്തി എന്നെ നോക്കി നിൽക്കുന്ന ഒരു അനുഭവമാണ് എന്നെ കൂടുതൽ കൂടുതൽ യേശുവിലേക്ക് അടുപ്പിച്ചതും ദൈവവചനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ആഴമേറിയ വാത്സല്യവും സ്നേഹവും അനുഭവിക്കാനും എന്നെ സഹായിച്ചത്. എന്നിട്ട് കൂട്ടിച്ചേർത്തു, അനുചേട്ടാ, ബഹുമാനപ്പെട്ട എബ്രഹാം കടിയുക്കുഴി അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് നയിച്ച കുളത്തുവായിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു എല്ലാ ജപമാലയുടെ രഹസ്യങ്ങളും മനഃപ്പാടമാക്കാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചത്. പിന്നീടുള്ള മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ ഒരുപാട് രോഗികൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടെ ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ
യേശു ഇറങ്ങി വന്ന അത്ഭുതകരമായി രോഗങ്ങളുടെ മേൽ സൗഖ്യം നൽകുന്ന അനുഭവങ്ങൾ എന്നെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിവാഹാലോചനകൾ വരുന്നതും നമ്മുടെ വിവാഹമെല്ലാം ഉറയ്ക്കുന്നതും. 2005 മാർച്ച് 17 നമ്മുടെ കല്യാണം നടക്കാനിരിക്കെ ഒരു ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്, ചേച്ചി നമുക്ക് ഈ കല്യാണം വേണ്ട, മോശപ്പെട്ട ആളാണ്, മദ്യപാനവും മയക്കുമരുന്നും മോശപ്പെട്ട ജീവിതശൈലിയും പശ്ചാത്തലമുള്ള ആളാണ്, നമുക്ക് വേണ്ട ചേച്ചി. അപ്പച്ചൻ മരിച്ച എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ പ്രാപിച്ച ദൈവാനുഭവത്തിൽ എൻ്റെ സ്വന്തം അപ്പച്ചനായി ഞാൻ കണ്ടത് എൻ്റെ യേശുവിനെയായിരുന്നു. എൻ്റെ ഈശോ എന്നോട് വചനങ്ങളുടെ സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്ക് നൽകിയത് എൻ്റെ പരിശുദ്ധ അമ്മയായിരുന്നു. വിശുദ്ധ ബലിയിൽ ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ ഉണ്ണീശോ അനുഭവം എന്നെ അവിടെ എത്തിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയായിരുന്നു. വചനത്തിൻ്റെ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരും ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു മുറിക്കുള്ളിൽ കയറി കഥകടച്ച് വചനത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് വചനത്തിലൂടെ സംസാരിക്കുവാൻ അമ്മയുടെ മകനോട് പറയണമെന്ന് പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗം വിശുദ്ധ മത്തായി 18:14 ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ആ വചനം എന്നെ ഒരുപാട് ബലപ്പെടുത്തി. ആ വചനം എന്നെ തീരുമാനമെടുക്കാൻ വചനത്തിൻ്റെ അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെയാണ് 2005 മാർച്ച് 17 നമ്മൾ തമ്മിൽ വിവാഹിതരാകുന്നതും പിന്നീട് മുന്നോട്ടുള്ള നാളുകൾ മുഴുവൻ അനുചേട്ട എൻ്റെ ജീവിതത്തിൽ സഹനമായിരുന്നു. അനുചേട്ടൻ അറിയാമല്ലോ എന്തുമാത്രം അനുചേട്ടനെ ഉപദ്രവിച്ചു, എത്ര പ്രാവശ്യം എന്നെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കുന്നു, എന്തുമാത്രം വേദനകൾ ഞാൻ സഹിച്ചു അനുചേട്ട. അവിടെ എല്ലാം പിടിച്ചു നിൽക്കാനും അവിടെ എല്ലാം എന്നെ ബലപ്പെടുത്തിയതും എന്നെ ആശ്വസിപ്പിച്ചതും എനിക്ക് സമാധാനം പകർന്നു നൽകിയതും എൻ്റെ പരിശുദ്ധമ്മയാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ പാപ്പ ഇപ്രകാരം പറയുകയാണ്, മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന മക്കളുടെ പ്രിയപ്പെട്ട അമ്മയാണ് പരിശുദ്ധ മറിയമെന്ന്. ഒരു അക്രൈസ്തവ കുടുംബത്തില് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവാനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കുടുംബത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ ഒരു മകള് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മകളെ വിശുദ്ധ ബലിയിലൂടെ തന്റെ പ്രിയപ്പെട്ട മകന്റെ ഒരു അനുഭവം നൽകി, വചനത്തിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവാനുഭവം ആഴത്തിൽ നൽകി, ദൈവീകമാകുന്ന പദ്ധതി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധ അമ്മ ആ മകളെ സഹായിച്ച് ദൈവാനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ജീവിതത്തിലേക്ക് ദൈവാനുഭവം കടന്നു വന്നപ്പോൾ അവൻ യേശുവിൻ്റെ മകനായി. അവനെ സ്വർഗം വിളിച്ചു ജോൺ പോൾ. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്നു, മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മക്കൾക്ക് വേണ്ടത് നൽകുന്നത് മക്കളുടെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ മറിയമാണെന്ന്. ഈ അനുഭവം എന്നെ ജ്ഞാനസ്നാനം എന്ന വിശുദ്ധ കൂദാശയിലൂടെ സ്വർഗം അനുഗ്രഹിച്ച് കത്തോലിക്ക സഭയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മകനായി ഒരു പുതുജീവൻ എന്നിൽ നൽകി. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദൈവാനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ 3 പേരും ജ്ഞാനസ്നാനം എന്ന വിശുദ്ധ കൂദാശയിലൂടെ കത്തോലിക്ക സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിതം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഒരു മകള് ആ മകളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട് ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുവാൻ, സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ മകളെ കാത്തതും ആ മകളെ ആശ്വസിപ്പിച്ചതും ആ മകളെ വാത്സല്യത്തോടെ സ്നേഹിച്ചതും പരിശുദ്ധ അമ്മയായിരുന്നു. വിശുദ്ധ ജോൺ ഓഫ് ദമാസ്കസ് ഇപ്രകാരം പറയുന്നു, മറിയമേ, നീ വഴിയാണ് യേശു ഞങ്ങളെ രക്ഷിച്ചത്. ഇപ്പോൾ ദൈവ അനുഭവം പ്രാപിച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഡിഗ്നിറ്റി തിരിച്ചറിയുവാൻ പരിശുദ്ധ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കുവാൻ ഒരു മകള് വഴിതിരിഞ്ഞപ്പോൾ ഞാനും പറയുന്നു, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ വഴിയാണ് യേശു എന്നെയും എൻ്റെ കുടുംബത്തെയും മുഴുവൻ രക്ഷിച്ചത്. സ്വർഗം അവിരാമം പാടി പ്രകീർത്തിക്കും, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ദൈവ അനുഭവം പ്രാപിച്ച് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് മഹത്വം നമ്മൾ ദർശിച്ച് വചന അനുഭവം പ്രാപിച്ച് വചനത്തിൻ്റെ അമ്മ നൽകിയ സ്നേഹവും കരുതലും ശ്രദ്ധയും എല്ലാം പ്രാപിച്ചുകൊണ്ട് എനിക്കും പാടാൻ പറ്റും. കാൽവരി മലയെ നീ സ്വന്തമാക്കി, കഥനത്തിൻ കയ്പുനീർ രുചിച്ച എന്നമ്മേ, കണ്ണീരണിഞ്ഞയൻ ജീവിത നൗകയെ സ്വർഗത്തുറുമുഖത്ത് ആനയിച്ചു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഹല്ലേലൂയ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ.
പ്രിയമുള്ളവരെ, ദൈവകൃപ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മയുടെ സഹനശക്തിയും ആത്മബലവും എത്ര അഗാധമായിരുന്നുവെന്ന് നാം ശ്രവിച്ചു. ഈ ദമ്പതികളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ജനിക്കുവാനും അമ്മയിൽ ഉണ്ടായിരുന്ന എല്ലാ കൃപകളും നമ്മിൽ നിറയുവാനും വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഇന്നോളം നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം വിശ്വാസത്തോടെ ഫിയാത്ത് പറയുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.